ശാന്തി, നീ എവിടെയാ? എനിക്ക് വയലിലേക്ക് പോകണം. ഭക്ഷണം റെഡിയായോ? വേഗം വാ. അവന്റെ ഭാര്യ എവിടെ പോയെന്ന് അന്വേഷിച്ചു ചന്ദ്രം. അപ്പ വേഗവേഗം ശാന്തി അവിടെ വന്ന്, ഏട്ടാ, ഞാൻ ചെടി നടുന്നതിനു വേണ്ടി നമ്മുടെ വീട്ടിലെ പുറകിലെ സ്ഥലം കുഴിക്കുമ്പോൾ അതിലൊരു മൂട്ട കിട്ടിയേട്ടാ. ആണോ? നീ വലിയ ഭാഗ്യശാലിയാ. സ്വർണമോ രത്നമോ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയോ? എന്തിനേട്ടാ കളിയാക്കുന്നേ? എനിക്ക് കിട്ടിയ അത് ഏട്ടന് കൂടിയുള്ളതല്ലേ. ഞാനെന്താ ഏട്ടന് തരാത്ത പോലെ പറയുന്നുണ്ടല്ലോ. ശരി, എടുത്തു നോക്ക് എന്താ ഉള്ളതെന്ന്. ഭർത്താവ് ശരിയെന്ന് സമ്മതിച്ചതും ശാന്തി ഒരുപാട് സന്തോഷിച്ചു. ആ മൂട്ട തുറന്നു നോക്കി. അതിൽ കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു. അത് കണ്ട് ശാന്തി ഇങ്ങനെ പറഞ്ഞു, ഇത് പച്ചക്കറി വിത്ത് പോലുണ്ടല്ലോ ഏട്ടാ. ഇത് ഞാൻ വീടിന്റെ പുറകെ നടാം. അതിൽ പച്ചക്കറി വന്നാ നമുക്കത് വിൽക്കാലോ. ശരി ശരി, നമുക്ക് നടാം. അങ്ങനെ പറഞ്ഞു ചന്ദ്രം. കിട്ടിയ വിത്തുകളെ ആ സ്ഥലത്തിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലെ പണികൾ നോക്കാൻ തുടങ്ങി ശാന്തി. അങ്ങനെ ഭക്ഷണമുണ്ടാക്കി കഴിച്ച് കുറച്ചുനേരം അവർ സംസാരിച്ച് ആ നാളും കഴിഞ്ഞു. രാത്രി നല്ല ഉറക്കം വന്നതിനാൽ അവർ രണ്ടുപേരും നന്നായി ഉറങ്ങി. അടുത്ത ദിവസം ശാന്തി എന്നത്തെയും പോലെ എഴുന്നേറ്റ് വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചുനേരത്തിൽ ചന്ദ്രവും എഴുന്നേറ്റു. മുഖം കഴുകി വീടിന് പുറകിലെ ആ സ്ഥലത്തേക്ക് അവൻ പോയി. അവിടെ ഉള്ളത് കണ്ട് അവന്റെ ഭാര്യയും കൂട്ടി പുറത്തേക്ക് വന്നു. ശാന്തിയും പുറത്തു വന്ന് നോക്കി. അവിടെയുള്ളത് കണ്ട് ശാന്തിയും ഒരുപാട് ആശ്ചര്യപ്പെട്ടു. എന്തായിട്ടാ ഇത് അതിശയം? ഇന്നലെ രാവിലെയല്ലേ ഞാൻ ഈ വിത്തിട്ടത്. പക്ഷേ ഇപ്പൊ നോക്കുമ്പോ ഇത്രയും പച്ചക്കറി. അതിലും അവിടെ നോക്കൂ, എത്ര വലിയ തണ്ണിമത്തനാണുള്ളതെന്ന്. ശരി ശരി, നമുക്കിത് വെട്ടി ചെറിയ ചെറിയ പീസാക്കി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. കിട്ടുന്ന പണം കൊണ്ട് ഞാൻ വീട്ടു സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാം. അത് കഴിഞ്ഞവർ രണ്ടുപേരും ആ തണ്ണിമത്തനകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ പിന്നെ ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അതിനുള്ളിൽ നീ തണ്ണിമത്തൻ മുറിച്ചു വെച്ചേക്ക്. അങ്ങനെ പറഞ്ഞ് ചന്ദ്രം അവിടുന്ന് പോയി. ഭർത്താവ് പോയതിനു ശേഷം ശാന്തി ഒരു കത്തി കൊണ്ടുവന്ന് ആ തണ്ണിമത്തൻ രണ്ടായി മുറിച്ചു. അങ്ങനെ അത് വെട്ടിയുടനെ ഒരു ചെറിയ കുഞ്ഞ് കമിഴ്ന്ന് പുറത്തേക്ക് വന്നു. അത് കണ്ട് ശാന്തി ഒരുപാട് ആശ്ചര്യപ്പെട്ടു. കുളിക്കാൻ പോയ ചന്ദ്രം വീണ്ടും വീട്ടിലേക്ക് വന്നു. ചന്ദ്രം ശാന്തിയെ നോക്കി. തണ്ണിമത്തൻ മുറിച്ചു വയ്ക്കാൻ പറഞ്ഞപ്പോൾ നീ ഈ കുഞ്ഞുമായിട്ട് കളിക്കുന്നു. അല്ല, ഏതായി കുഞ്ഞ്? ആരാണെന്നറിയില്ലേട്ടാ. ഞാൻ തണ്ണിമത്തൻ വെട്ടിയപ്പോ അതിൽ നിന്ന് കുഞ്ഞു വന്നു. ശാന്തി പറഞ്ഞത് കേട്ട് ചന്ദ്രം ഒരുപാട് ആശ്ചര്യപ്പെട്ടു. തണ്ണിമത്തങ്ങയ്ക്കുള്ളിൽ കുഞ്ഞോ? ഞാൻ പറയുന്നത് സത്യമായിട്ടാ. ആ കുഞ്ഞ് അതിനുള്ളിൽ നിന്നാണ് വന്നത്. ശരി ശരി, ആദ്യം ആ തണ്ണിമത്തങ്ങയെല്ലാം നീ മുറിച്ചു വെക്ക്. ഞാൻ ഇതും കൊണ്ട് ചന്തയിലേക്ക് പോയിട്ട് വരാം. ശരി ഏട്ടാ. ഭർത്താവ് പറഞ്ഞതുപോലെ ശാന്തി ആ തണ്ണിമത്തനെ ചെറിയ പീസായി കട്ട് ചെയ്ത് ഒരു സഞ്ചിയിലിട്ട് വിൽക്കാൻ റെഡിയാക്കി. അത് കഴിഞ്ഞ് ചന്ദ്രം അതെടുത്ത് മാർക്കറ്റിലേക്ക് പോയി. ഭർത്താവ് പണിക്ക് പോയതിനു ശേഷം ശാന്തി കുറച്ചുനേരം ആ കുഞ്ഞിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. ആ കുഞ്ഞിനോടൊപ്പം കളിക്കുമ്പോൾ സമയം പോയതും അറിഞ്ഞില്ല. അവൾക്ക് വിശപ്പുമില്ല. വൈകുന്നേരവുമായി ചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴും നീ ഈ കുഞ്ഞുമായിട്ട് കളിച്ചോണ്ടിരിക്കുവാണോ? എന്തായിട്ടാ അപ്പോഴേക്കും വന്നത്? ഇപ്പോഴല്ലേ പോയത്? നീ എന്തായി പറയുന്നത്? സമയം നോക്ക്, രാത്രിയായി. എന്തായിട്ടാ പറയുന്നേ? ഇപ്പോ പോയെന്നാ ഞാൻ കരുതിയത്. ആ കുഞ്ഞിനോടൊപ്പം കളിക്കുമ്പോ സമയം പോയതറിഞ്ഞില്ലേ ഏട്ടാ? നമുക്കും ഒരു കുഞ്ഞുണ്ടെങ്കിൽ നന്നായേനല്ലേ? ഇപ്പോൾ ഈ കുഞ്ഞില്ലേ, ഇനി എന്തിനാ മറ്റൊരു കുഞ്ഞ്? പക്ഷേ ഈ കുഞ്ഞ് നമ്മുടെ കുഞ്ഞല്ലല്ലോ. എന്നെങ്കിലും ഒരു ദിവസം ആരെങ്കിലും വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയാലോ? അത് നമുക്ക് അപ്പോൾ നോക്കാം. ഈ കുഞ്ഞിപ്പോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഒരു കുഞ്ഞില്ല. നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് ഞാൻ തണ്ണിമത്തങ്ങ എടുത്തുകൊണ്ട് പോയില്ലേ, ആ തണ്ണിമത്തന് നല്ല രുചിയുണ്ടായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു. അത് കാരണം ഇന്നെനിക്ക് ഒരുപാട് പണവും കിട്ടി. അതുകൊണ്ട് ഞാൻ വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങി. ഇനിയും കുറച്ച് പണം ഇരിപ്പുണ്ട്. അതെയോ ഏട്ടാ? അതെ, ബാക്കിയുള്ള പണം കൊണ്ട് നീ നാളെ കടയിൽ പോയി നിനക്കും കുഞ്ഞിനും വേണ്ട തുണികളെല്ലാം വാങ്ങിക്കൊണ്ടുവാ. നമ്മൾ പുതിയ തുണി വാങ്ങിയിട്ട് ഒരുപാട് നാളായില്ലേ. ശരി ഏട്ടാ, നിങ്ങൾ കുഞ്ഞിനെ നോക്കൂ, ഞാൻ പോയി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ് ശാന്തി അവിടുന്ന് പോയി. പിന്നെ ചന്ദ്രം ആ കുഞ്ഞിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. ആ കുഞ്ഞിനോടൊപ്പം കളിക്കുമ്പോൾ ചന്ദ്രത്തിനും സമയം പോകുന്നതറിഞ്ഞില്ല. കുറച്ചുനേരം കഴിഞ്ഞ് ഭാര്യ ഭർത്താവ് രണ്ടുപേരും കഴിച്ച് കുഞ്ഞിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ നാളും കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ചന്തയ്ക്ക് പോകാമെന്ന് പുറപ്പെട്ട് പിന്നിൽ പോയി നോക്കുമ്പോൾ ഇന്നലെ കായ പറിച്ചെടുത്ത് വീണ്ടും വലിയ വലിയ തണ്ണിമത്തനുള്ളത് അവർ കണ്ടു. ഏട്ടാ, ഇതെന്തോ മാന്ത്രിക പഴമാണെന്ന് തോന്നുന്നു. ആ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തന്നതാണ്. നമുക്ക് കുഞ്ഞില്ലെന്ന് കുഞ്ഞും അയച്ചിട്ടുണ്ട്. സമ്പത്തില്ലാത്ത നമുക്ക് പൈസ സമ്പാദിക്കാൻ ഇങ്ങനെ ഒരു വഴിയും ആ ദൈവം കാണിച്ചിട്ടുണ്ടേട്ടാ. അതെ, നീ പറഞ്ഞത് ശരിയാ. ഇപ്പോൾ തന്നെ എല്ലാ തണ്ണിമത്തനും വിറ്റിട്ട് വരാം. ഭർത്താവ് പറഞ്ഞ പോലെ തണ്ണിമത്തൻ എടുത്ത് വിൽക്കാനായി റെഡി ചെയ്തു ശാന്തി. കുറച്ചു സമയത്തിൽ ചന്ദ്രം അവിടെ വന്ന് റെഡിയായ തണ്ണിമത്തൻ എടുത്ത് അവിടുന്ന് മാർക്കറ്റിലേക്ക് പോയി.
ഭർത്താവ് മാർക്കറ്റിൽ പോയതിനു ശേഷം ശാന്തി ആ കുഞ്ഞിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രൻ മാർക്കറ്റിൽ ചെന്നുടനെ ആ തണ്ണിമത്തനു വേണ്ടി കാത്തിരുന്ന എല്ലാവരും തന്നെ വന്ന് വേഗവേഗം ആ തണ്ണിമത്തൻ എടുത്തിട്ട് പോയി. വിൽക്കാൻ കൊണ്ടുവന്ന തണ്ണിമത്തൻ എല്ലാം തീർന്നതുകൊണ്ട് ചന്ദ്രൻ വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോ ഭർത്താവിനോട് ഭാര്യ ഇങ്ങനെ പറഞ്ഞു, എന്താ ഏട്ടാ, അപ്പോഴേക്കും വൈകുന്നേരമായോ? ഇല്ല, ഇന്ന് ഞാൻ തണ്ണിമത്തങ്ങ എടുത്തുകൊണ്ട് പോയ ഉടനെ ഒരുപാട് പേരും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പോയ ഉടനെ എല്ലാവരും അത് വാങ്ങി. അതുകൊണ്ടാ ഞാൻ ഇപ്പോൾ ഇത്രയും വേഗം ഇവിടെ വന്നത്. അതെയോ, എന്നാ ശരി, നമുക്ക് 3 പേർക്കും പട്ടണത്തിൽ പോകാം. അവിടെ നല്ല നല്ല തുണികളുണ്ടാകും. തുണി വാങ്ങിയിട്ട് കുഞ്ഞിനും കുറച്ച് പാവകൾ വാങ്ങിട്ട് വരാട്ടാ. ശരി, പോകാം. ആദ്യം നമുക്ക് നല്ല ഒരു വീട് വാങ്ങണം. അതുമാത്രമല്ല, തണ്ണിമത്തങ്ങ എടുത്തുകൊണ്ട് പോകാൻ വളരെ പാടാ. പറ്റുവാണെങ്കിൽ സ്വന്തമായി ഒരു ട്രാക്ടറും വാങ്ങണം. പക്ഷേ അതിനൊരുപാട് പൈസ വേണ്ടേ? അത്ര പൈസ നമുക്കില്ലല്ലോ. ഉണ്ട് ശാന്തി. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും നമ്മുടെ അടുത്ത് തണ്ണിമത്തങ്ങ വന്ന് വാങ്ങുന്നില്ലേ? ഇതിൽ നല്ല ലാഭവും കിട്ടുന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് 3 പേർക്കും ഇപ്പോ തന്നെ പട്ടണത്തിൽ പോകാം. നാളെ വേണമെങ്കിൽ ഒരു കാറും വാങ്ങിയിട്ട് വരാം. വിചാരിച്ച പോലെ അവർ 3 പേരും പട്ടണത്തിലേക്ക് പോയി. അവർ വിചാരിച്ച പോലെ എല്ലാ സാധനങ്ങളും വാങ്ങി. അവർ വിചാരിച്ച പോലെ കാറ് വാങ്ങി അതിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് അന്ന് രാത്രി അവർ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ തണ്ണിമത്തൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവ് 2 പേരും പറമ്പിലേക്ക് പോയി. അവർ അവിടെ പോയി നോക്കിയപ്പോൾ തണ്ണിമത്തൻ തോട്ടമെല്ലാം ചിതറിക്കിടന്നിരുന്നു. അത് കണ്ട് അവർ ഒരുപാട് വിഷമിച്ചു. എന്തായിട്ടാ ഇത്? എല്ലാം ഇങ്ങനെ നശിപ്പിച്ചല്ലോ. അതെ, ഞാനും ഇപ്പോഴാ കണ്ടത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലെ നല്ല സ്റ്റോറീസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.